ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രസക്തി അത് കമ്പ്യൂട്ടർ മെമ്മറിയുടെ ബേസിക് യൂണിറ്റ് ആണ് എന്നുള്ളതാണ്. അതായത് കമ്പ്യൂട്ടറിൽ എന്താണ് ആവശ്യം? ഒരു ബിറ്റ് എപ്പോഴും സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ ആ സ്റ്റോർ ചെയ്ത ബിറ്റ് വെച്ച് പ്രവർത്തനങ്ങൾ നടക്കണം. സോ 1 and 0 മാത്രമാണ് കമ്പ്യൂട്ടറിന് അറിയുന്ന ലാംഗ്വേജ്. അപ്പോൾ ആ 1ഉം 0ഉം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ഡിവൈസ് ആയിട്ട് എടുക്കാം നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ്. Flip-flop is a basic memory element of a computer memory. Once again, it is a basic memory element of computer. It can store informations. It is a device with two stable states. അതായത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് അതിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കാം, ലോ ആയിരിക്കാം, അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. അത് രണ്ടും അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ഇൻപുട്ടിനനുസരിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് മാറും. അത് രണ്ടും സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റുകളാണ്, പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ടാക്കാൻ നമുക്ക് നോർ ലാച്ച് അല്ലെങ്കിൽ നാൻഡ് ലാച്ച് ഉപയോഗിക്കാം. ലാച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ്. ലാച്ച് ചെയ്യുക, അവിടെ എടുത്ത് വെക്കുക. അപ്പോൾ നോർ ഗേറ്റ് ആൻഡ് നാൻഡ് ഗേറ്റ് ദേ ആർ ദി യൂണിവേഴ്സൽ ഗേറ്റ്സ്. അപ്പോൾ നോർ ഗേറ്റ് വെച്ചും നാൻഡ് ഗേറ്റ് വെച്ചും നമുക്ക് ഒരു ലാച്ച് അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒന്ന് നോക്കാം. ആദ്യം ഒരു നോർ ലാച്ച് വരയ്ക്കാം. 2 നോർ ഗേറ്റ് വരച്ചു, ഓർ ചെയ്ത് നോർ ചെയ്തു. നോട്ട് ഓർ ആണ് നോർ. സോ ദിസ് ഇസ് എ നോർ ഗേറ്റ്. 2 ഇൻപുട്ടുകൾ ആർ ആൻഡ് എസ്. എപ്പോഴും ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഇൻപുട്ട്സ് ആർ ആൻഡ് എസ് എന്നാണ് ഉപയോഗിക്കുക. ഔട്ട്പുട്ട് ക്യൂ ആൻഡ് ക്യൂ ബാർ എന്നാണ് കൊടുക്കുക. അതായത് ക്യൂവിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും ക്യൂ ബാർ ഔട്ട്പുട്ട്. ഇത് 1 ആണെങ്കിൽ ഇത് 0 ആയിരിക്കും, ഇത് 0 ആണെങ്കിൽ ഇത് 1 ആയിരിക്കും. ഇനി കണക്ഷൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഈ ക്യൂ എടുത്ത് ഇതിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കണം. ഒരു ഫീഡ്ബാക്ക് മാതിരിയാണ്. ഇനി അതേപോലെ ഇവിടുത്തെ രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇത് ക്യൂ ബാർ എന്നുള്ള ഔട്ട്പുട്ടാണ്. ഇവിടെ വേണമെങ്കിൽ ഒരു ജമ്പിങ് കാണിക്കാം, കാരണം അവിടെ കണക്ഷൻ ഇല്ല, ക്രോസിംഗ് ഓവർ ഇല്ല എന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ദിസ് ഇസ് RS നോർ ലാച്ച്. അപ്പോൾ R ഹൈ ആയിരിക്കുമ്പോൾ എന്തുണ്ടാവും നോക്കാം, S ഹൈ ആയിരിക്കുമ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് എന്ന് നോക്കാം. അതായത് ഈ RS ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയായിരിക്കും നോക്കാം. അപ്പോൾ പ്രവർത്തനം മനസ്സിലാവും. നമ്മളിവിടെ നോർ ഗേറ്റ് ഉപയോഗിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നോർ ഗേറ്റിൻ്റെ ഫംഗ്ഷൻ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ലാച്ചിലേക്ക് കടക്കാം. അപ്പോൾ നോർ ഗേറ്റിൻ്റെ 4 കോമ്പിനേഷൻസ് പോസിബിൾ എഴുതാം. 0 0 0 1 1 0 1 1. അപ്പോൾ 0 0 ആണെങ്കിൽ ഓർ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 0 ആണ് ഇൻപുട്ട് എന്നുണ്ടെങ്കിൽ ഓർ ഗേറ്റ് ഔട്ട്പുട്ട് 0 ആയിരിക്കും അല്ലേ? ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ഹൈ ആണെങ്കിൽ മാത്രമേ ഓർ ഹൈ ആവുള്ളൂ. അപ്പോൾ 0 1 ആണെങ്കിൽ ഓർ ഹൈ ആയിരിക്കും, 1 0 ആണെങ്കിലും ഹൈ ആയിരിക്കും, 1 1 ആണെങ്കിലും ഹൈ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ തന്നെ ഓർ ഹൈ ഔട്ട്പുട്ടാണ് തരിക. ഇനി നോർ എന്ന് പറയുമ്പോൾ നോട്ട് ഓർ ആണ്. അതുകൊണ്ട് എങ്ങനെ വരും? 0 അല്ലാത്തത് നോട്ട് ഓർ. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 0, 1 എന്ന് പറഞ്ഞാൽ 0, 1 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ നോർ ഗേറ്റ് ഔട്ട്പുട്ട് ഇതാണ്. അതിനെ എങ്ങനെ നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യാം? ഇങ്ങനെ പറയാം, നോർ ഗേറ്റ് ഔട്ട്പുട്ട് വിൽ ഗിവ് എ ഹൈ ഔട്ട്പുട്ട് ഓൺലി ഇഫ് ഓൾ ദി ഇൻപുട്ട്സ് ആർ ലോ. അപ്പോൾ ഒറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിൽ നോർ ഗേറ്റിൻ്റെ പ്രവർത്തനം പറയാം. ഓൺലി ഇഫ് ഓൾ ദി ഇൻപുട്ട്സ് ആർ ലോ, നോർ ഗേറ്റ് വിൽ ഗിവ് എ ഹൈ ഔട്ട്പുട്ട്. അല്ലാത്ത എല്ലാ കേസിലും, അതായത് ഏതെങ്കിലും ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഓഫ് എ നോർ ഗേറ്റ് വിൽ ബി ലോ. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം നോക്കാം. ഇനി നമുക്ക് ഈ RS ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിളാക്കി മാറ്റാം. ഇത് R0 S0, R0 S0. അപ്പോൾ ഈ നോർ ഗേറ്റ് ഔട്ട്പുട്ട് ഹൈ ആയിരിക്കുമോ ലോ ആയിരിക്കുമോ എന്ന് നോക്കാം. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫീഡ്ബാക്ക് അറിയണം. രണ്ടാമത്തെ ഇൻപുട്ട് നോറിലേക്കുള്ളത് ഹൈ ആണോ ലോ ആണോ? ലോവും ആണെങ്കിൽ നമുക്കറിയാം ഇത് ഹൈ ഔട്ട്പുട്ട് തരും. അല്ല ഇത് 1 ആണെന്നുണ്ടെങ്കിൽ 0 and 1 will give you a low output.
അതേപോലെ തന്നെ ഈ NOR ഗേറ്റിൻ്റെ ഞാൻ ഇതിനെ ഫസ്റ്റ് ഗേറ്റ് എന്ന് വിളിക്കാം, ഇതിനെ സെക്കൻഡ് ഗേറ്റ് എന്ന് വിളിക്കാം. ഈ സെക്കൻഡ് ഗേറ്റിൻ്റെയും രണ്ടാമത്തെ ഇൻപുട്ട് അറിഞ്ഞാലേ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിനെ ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കേസിൽ നമുക്കൊരു കാര്യം ചെയ്യാം. സപ്പോസ് ലെറ്റ് us assume initially that Q is 0, then Q bar will be 1. ജസ്റ്റ് അസ്യൂം ചെയ്യാണ്, ഇങ്ങനൊരു കോമ്പിനേഷൻ ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. അതിനുശേഷം കോമ്പിനേഷൻ തിരിഞ്ഞാണെന്ന് വിചാരിക്കാം, 1 0 ആണെന്ന് വിചാരിച്ചിട്ട് ആദ്യം അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 1 ഫീഡ്ബാക്ക് ആയിട്ട് ഇവിടെ എത്തുന്നു, ഈ 0 ഫീഡ്ബാക്ക് ആയിട്ട് ഇവിടെ എത്തുന്നു. അപ്പോൾ ഇനി നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കാം. ഈ NOR ഗേറ്റിൻ്റെ ഇൻപുട്ട് 0 1 ആണ്, അതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ലോ ആയിരിക്കും നമുക്കറിയാം. സോ ഇറ്റ് വിൽ ഗോ ടു 0. 0 ആയിരുന്നു, 0യിലേക്ക് തന്നെ നിൽക്കും. ഇനി ഈ സെക്കൻഡ് NOR ഗേറ്റിൻ്റെ ആണെങ്കിലോ ഇവിടെ ഫീഡ്ബാക്ക് 0 ആണ്, 0 ആണ് ഫീഡ്ബാക്ക്. 0 0 ആണ് ഇതിൻ്റെ ഇൻപുട്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 0 ഇൻപുട്ട് വന്നാൽ NOR ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. സോ ദിസ് വിൽ റിമെയിൻ ആസ് ഹൈ. ഒരു കാര്യം പറയാം, 0 ആയിരുന്നത് 0 ആയി നിൽക്കും, 1 ആയിരുന്നത് 1 ആയി നിന്നു. When we assume that Q is 0 and Q bar is 1. Now let us try the other combination. Let us assume that Q is 1 and Q bar is 0. Q bar is 0. അപ്പോൾ ഇവിടുത്തെ ഫീഡ്ബാക്ക് ഇത് 0 ആവും, ഇത് ഫീഡ്ബാക്ക് 1 ആവും. ഇപ്പോൾ എങ്ങനെയുണ്ട് സിറ്റുവേഷൻ? NOR ഗേറ്റ് 0 0 ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ബി ഹൈ, സോ ഇറ്റ് വിൽ റിമെയിൻ അറ്റ് 1. 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് NOR ഗേറ്റ് ഔട്ട്പുട്ട് വിൽ ബി 0, സോ ഇറ്റ് വിൽ റിമെയിൻ അറ്റ് 0. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പറയാം? നമ്മുടെ 6 മെസ്സും ഇൻപുട്ട്സ് 0 1 0 ആണെങ്കിൽ you can see that your Q bar output will remain without any change. So I would like to enter it as no change. എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? Q 1 ആണെങ്കിൽ 1 ആയി തന്നെ തുടരും when R and S is 0. Q 0 ആണെങ്കിൽ 0 ആയി തന്നെ തുടരും when R and S is 0. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഇനി അടുത്തത് 0 1 എന്നുള്ള കോമ്പിനേഷൻ എടുത്ത് നോക്കാം. R is 0 and S is 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കണ്ടീഷൻ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാം. S 1 ആണ്, ഈ സെക്കൻഡ് NOR ഗേറ്റിന് ഒരു ഹൈ ഇൻപുട്ട് കിട്ടിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും പറയാം ഇതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും എന്ന് തീർച്ചയായിട്ടും പറയാം. അപ്പോൾ ഇത് 0 ആണ് ഇവിടെ ഫീഡ്ബാക്ക് വരിക. 0 and 0 to a NOR gate, your output will be high. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പെട്ടെന്ന് പറയാൻ പറ്റും. എങ്ങനെയാണ്? S 1 ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഹൈ ഇൻപുട്ട് ഒരെണ്ണം ഇവിടെ NOR ഗേറ്റിലുണ്ട്, രണ്ടാമത്തെ ഇൻപുട്ടിനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരെണ്ണമെങ്കിലും ഹൈ ആണെങ്കിൽ തീർച്ചയായിട്ടും ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അപ്പോൾ ഈ ലോവ് ഇങ്ങോട്ട് ഫീഡ്ബാക്ക് വരും. 0 and 0 ആണ് ഈ ഫസ്റ്റ് NOR ഗേറ്റിലേക്ക് പോകുന്നത്, അതുകൊണ്ട് അത് ഹൈ ഔട്ട്പുട്ടാണ് തരിക. സോ ഐ ക്യാൻ റൈറ്റ് മൈ Q ഔട്ട്പുട്ട് ഇസ് 1. വേണമെങ്കിൽ ഇവിടെ നമുക്ക് Q ബാർ എന്നുള്ള ഔട്ട്പുട്ടും എഴുതാം, ദാറ്റ് വിൽ ബി 0 എന്ന് എഴുതാം. അത് എഴുതേണ്ട ആവശ്യമില്ല. ഓൾവേസ് Q ആൻഡ് Q ബാർ ആർ കോംപ്ലിമെൻറ്റ്സ്. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. Q ഔട്ട്പുട്ടിന് മാത്രം സിഗ്നിഫിക്കൻസ് കൊടുത്താൽ മതി. ഏതൊരു സ്റ്റേറ്റിലും ഏതൊരു സമയത്തും സെക്കൻഡ് ഔട്ട്പുട്ട് ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി കോംപ്ലിമെൻറ്റ് ഓഫ് ദ ഫസ്റ്റ് വൺ. ഇനി അടുത്ത കേസ് നോക്കാം. 1 0. സോ R is 1 and S is 0. അപ്പോൾ ഈ പറഞ്ഞ ലോജിക് ഒന്ന് അപ്ലൈ ചെയ്യാം. ഈ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഒരു ഇൻപുട്ട് ഹൈ ആണെന്ന് കണ്ടു, അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. കാരണം ഇഫ്
any one of the input is high for an OR gate, the output will be 0. ഈ 0 ആണ് ഇങ്ങോട്ട് ഫീഡ്ബാക്ക് വരുന്നത്. സോ 0 and 0 your output will be high. അപ്പോൾ ക്യൂവും ക്യൂ ബാറും കോംപ്ലിമെൻ്റ് ആണ് എന്നുള്ള കണ്ടീഷനും പ്രശ്നമൊന്നുമില്ല. ഇറ്റ് ഇസ് ട്രൂ. സോ R is high and S is 0. We can say that Q is 0. ഇനി അടുത്ത കേസ് നോക്കാം. 1 1 ആറും എസും 1 ആണ്. അപ്പോൾ എന്തായിരിക്കും സിറ്റുവേഷൻ എന്ന് നോക്കാം. ഈ ഒരു കണ്ടീഷൻ നോക്കൂ. 6 ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കണം. എസ് ഹൈ ആണ്. അതുകൊണ്ട് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഈ നോർ ഗേറ്റിൻ്റെയും ഔട്ട്പുട്ട് 0 ആയിരിക്കണം. പക്ഷെ അതൊരിക്കലും പറ്റില്ല. ക്യൂ ആൻഡ് ക്യൂ ബാർ ആർ കോംപ്ലിമെൻറ്റ്സ്. അപ്പോൾ എന്ത് പറയാൻ പറ്റും? ഇങ്ങനൊരു കണ്ടീഷൻ പോസിബിൾ അല്ല. ഇതിനി ഔട്ട്പുട്ട് പോസിബിൾ അല്ല എന്ന് പറഞ്ഞാലും എന്തായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഇതൊന്നുമില്ലേ 1 0 ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് 0 1 ആയിരിക്കാം. ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും സംഭവിക്കാം. ആ ഒരു കണ്ടീഷനാണ് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കണ്ടീഷൻ. അതുകൊണ്ട് R1 S1 എന്നുള്ള കണ്ടീഷൻ ഇസ് ഫോർബിഡൻ എന്ന് എഴുതുന്നതായിരിക്കും നല്ലത്. ഫോർബിഡൻ, കൊടുക്കാൻ പാടില്ല. ഇനി കൊടുത്താൽ എന്താണ് ഉണ്ടാവുക? നിങ്ങൾക്ക് ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഏതാണോ സ്പീഡ് കൂടുതലെന്നനുസരിച്ച് ഇത് സെറ്റ് ഓർ റീസെറ്റായി മാറും. അതുകൊണ്ട് 1 1 കണ്ടീഷൻ ഫോർ R and S ഇസ് ഫോർബിഡൻ. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ R S എന്നുള്ള ലെറ്റേഴ്സ് ചൂസ് ചെയ്തതെന്നൊന്ന് നോക്കാം. എസ് ഇസ് ഹൈ എന്നെടുക്കൂ. സെറ്റ് സിഗ്നൽ ഹൈ ആയാൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഔട്ട്പുട്ട് ക്യൂ ഇസ് സെറ്റ് 1 എന്ന് പറയാം. വെൻ R സിഗ്നൽ ഇസ് ഹൈ, റീസെറ്റ് സിഗ്നൽ ഹൈ ആണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി റീസെറ്റ് ടു 0. ആ ഇൻ്റർപ്രിറ്റേഷൻ നോക്കുക. വെൻ ദ സെറ്റ് സിഗ്നൽ ഇസ് ഹൈ, the flip-flop output will be set to 1. If reset signal is high, the flip-flop will be reset to 0. അതായത് ക്യൂ ഔട്ട്പുട്ട് 0 ആയിരിക്കും എന്നാണ് അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ. അതുകൊണ്ടാണ് ഇവിടെ RS ഉപയോഗിച്ചത്. ഈ സിഗ്നൽ ഹൈ ആയാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട് സെറ്റ് ടു 1 ആവും. ഈ സിഗ്നൽ ഹൈ ആയാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട് 0 ആയി മാറും. ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി റീസെറ്റ് ടു 0. അപ്പോൾ ഒന്നും കൂടെ സമ്മപ്പ് ചെയ്യാം. ആറും എസും 0 ആണെങ്കിൽ നോർ ലാച്ചിന് നോ ചേഞ്ച് ആണ്. എസ് ഹൈ ആണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി, അല്ലെങ്കിൽ ലാച്ച് വിൽ ബി സെറ്റ് ടു 1. 6 ഹൈ ആണെങ്കിൽ റീസെറ്റ് ടു 0. 1 1 ആണെങ്കിൽ ഫോർബിഡൻ ആണ്. അപ്പോൾ ഈ ട്രൂത്ത് ടേബിൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൈമിംഗ് ഡയഗ്രാം ആക്കിയിട്ട് മാറ്റാം. ഇപ്പോൾ ഒരു R സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു ടൈം, ഇത് ടൈം ആക്സസ് ആണ്. ടൈം ചെല്ലുന്തോറും പൾസസ് ഇങ്ങനെ പോകുന്നു. എസ് ഇൻപുട്ട് സിഗ്നൽ ഇങ്ങനെ പോകുന്നു. ആർബിട്രറി ആയിട്ട് എന്തോ വരച്ചു എന്ന് മാത്രം. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ആറും എസും ഇൻപുട്ട് കണ്ടീഷനിൽ ഔട്ട്പുട്ട് ക്യൂ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ R ഇസ് ഹൈ, ഇതാണ് ഹൈ സ്റ്റേറ്റ്, ഇത് ലോ സ്റ്റേറ്റ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ R ഇസ് ഹൈ ആൻഡ് S ഇസ് ഹൈ. ആറും എസും ഹൈ ആയിരിക്കുമ്പോൾ ഇറ്റ് ഇസ് ഫോർബിഡൻ, കാരണം ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ടിനെ എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം, എങ്ങനെയോ ആയിരിക്കും. ഇനി ഇവിടെ നോക്കിയാലോ, ഈ പോയിന്റിൽ എത്തുമ്പോൾ ഈ ഒരു ടൈമിൽ എങ്ങനെയാണ് കണ്ടീഷൻ? എസ് ലോ ആണ്, ആറും ലോ ആണ്. അപ്പോൾ ഈ പോർഷനിൽ എസും ലോ ആണ്, ആറും ലോ ആണ്. എസും ആറും ലോ ആണെങ്കിൽ നോ ചേഞ്ച് ആണ് സംഭവിക്കുക. അപ്പോൾ ഞാൻ ഇനീഷ്യലി ഇതാണ് കണ്ടീഷൻ എടുത്താൽ അതേ കണ്ടീഷനിൽ അത് തുടരും. ഓക്കെ, ഇനി ഈ പോയിന്റ് ഓഫ് ടൈമിൽ എങ്ങനെയാണ് നോക്കൂ. എസ് ഹൈ ആയി ഇവിടുന്ന് അങ്ങോട്ട്, ആറ് ലോ ആണ്. എസ് ഇസ് ഹൈ സോ ഇറ്റ് വിൽ ബി റീസെറ്റ്. ആർ ഇസ് ലോ, എസ് ഇസ് ഹൈ സോ ഇറ്റ് വിൽ ബി സെറ്റ് എന്ന് പറയാം. അപ്പോൾ ഔട്ട്പുട്ട് സെറ്റ് ആവും, അതായത് ഹൈ ആവും. ഇനി എത്ര നേരമാണ് ഹൈ ആയി നിൽക്കുക നോക്കാം ഔട്ട്പുട്ട് ക്യൂ.
എസ് ഇത്രയും നേരമാണ് ഹൈ, അപ്പോൾ അത്രയും നേരം എന്തായാലും ഹൈ ആയിട്ട് നിന്നു. ഇനി ഇതിന് ശേഷമുള്ള സമയം ഒന്ന് നോക്കൂ. ആർ സ്ലോ, എസ് സ്ലോ. ആർ സ്ലോ, എസ് സ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നോ ചേഞ്ച് കണ്ടീഷനാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഔട്ട്പുട്ട് അതേ കണ്ടീഷനിൽ അത് തുടരും. സോ ഇറ്റ് വിൽ ഗോ ലൈക്ക് ദിസ്. ഇനി ഈ പോയിന്റ് ഓഫ് ടൈമിൽ എത്തുമ്പോൾ എന്ത് പറ്റുന്നു? ആറ് ഹൈ ആയി, അപ്പോൾ അത് റീസെറ്റ് ആവും. ആറ് ഹൈയും എസ് ലോവുമാണ്. ആറ് ഹൈയും എസ് ലോവും. സോ ഇറ്റ് വിൽ ബി റീസെറ്റ്. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട് റീസെറ്റ് ആവും, അതായത് ഔട്ട്പുട്ട് ലോ ആവും. ഇനി ഇത്രയും ദൂരം, ഇത്രയും നേരം സമയം അത് അങ്ങനെ തന്നെ തുടരും. ഇനി എപ്പോൾ സെറ്റ് സിഗ്നൽ ഹൈ ആകുന്നുവോ അപ്പോൾ ഔട്ട്പുട്ട് എഗെയിൻ ഹൈ ആവും. അതങ്ങനെ തുടരുന്നു. ഇനി ഈ ഒരു പോർഷൻ നോക്കി നോക്കൂ. ഇതും ലോ ആണ്, ഇതും ലോ ആണ്. ഇപ്പം രണ്ടും ലോ ആവുമ്പോൾ നോ ചേഞ്ച് ആണ്. അപ്പോൾ ഇവിടെ ഹൈ ആയിട്ടാണ് ഇരുന്നിരുന്നത്, അതങ്ങനെ തുടരും. ഏതുവരെ? ഈ ആർ ഇൻപുട്ട് ഹൈ ആവുന്നത് വരെ. കാരണം ഇത് ലോ ആയിട്ട് തന്നെയാണ് തുടരുന്നത്. അപ്പോൾ റീസെറ്റ് ഹൈ ആയാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ഹാവ് ടു റീസെറ്റ് ടു 0 ബിക്കോസ് എസ് ഇസ് ഓൾസോ 0 ദെൻ. അപ്പോൾ ആർ ഹൈയും എസ് 0വുമാണ്. ആർ ഹൈയും എസ് 0, സോ ഇറ്റ് വിൽ ബി റീസെറ്റ് ടു 0. So this is the timing diagram of RS latch with a NOR latch. ഇനി ഇതിനൊരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ NOR ലാച്ച് വരച്ചത്. അപ്പോൾ ഇവിടെ ഒരു NOR ഗേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം OR ചെയ്ത് NOR ചെയ്തു. ഇതാണ് NORൻ്റെ സിമ്പിൾ. യു നോ ദാറ്റ് ബൈ ഡി മോർഗൻസ് തിയറം കോംപ്ലിമെൻറ്റ് ഓഫ് എ ഓർ ബി ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഡി മോർഗൻസ് തിയറം ആണ്. അതായത് NOR ഗേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ചെയ്യുക. ആരെ ആൻഡ് ചെയ്യുക? നോട്ട് ചെയ്ത ആൾക്കാരെ ആൻഡ് ചെയ്യുക. അതാണ് ബബിൾഡ് ആൻഡ് എന്ന് പറയുന്നത്. NOR ഗേറ്റ് ഇസ് ഈക്വൽ ടു ബബിൾഡ് ആൻഡ് ഗേറ്റ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതാണ് ഡി മോർഗൻസ് തിയറം. അപ്പോൾ ഈ കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഈ NOR ലാച്ചിനെ ഒന്ന് റീഡ്രോ ചെയ്യാം. ബബിൾഡ് ആൻഡ് വെച്ചിട്ട്. ഇതാണ് NOR ഇസ് ഈക്വലൻറ്റ് ടു ബബിൾഡ് ആൻഡ് എന്നുള്ള ഡയഗ്രാം. NOR ഗേറ്റ് മാറ്റിയിട്ട് നമുക്ക് ഒരു ആൻഡ് വരയ്ക്കുക. ഇൻപുട്ടുകളെ നോട്ടാക്കുക. അതാണ് ബബിൾ ചെയ്യുക പറഞ്ഞാൽ. അപ്പോൾ ഇവിടെയുള്ള ഇൻപുട്ട് അല്ലാതെ ആയിത്തീരും, ഇവിടെയുള്ള ഇൻപുട്ട് കോംപ്ലിമെൻ്റ് ആയിത്തീരും. അപ്പോൾ ബബിൾഡ് ആൻഡ് എന്നാണ് ഇതറിയപ്പെടുന്നത്. അത് ഡി മോർഗൻസ് തിയറത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ തന്നെയാണ് എങ്ങനെ ആലോചിച്ചാലും. അപ്പോൾ അതുകൊണ്ട് NOR ഗേറ്റ് ഇസ് ഈക്വലൻറ്റ് ടു ബബിൾഡ് ആൻഡ്. അപ്പോൾ നമ്മൾ വരച്ച NOR ലാച്ചിന് ഈക്വലൻ്റ് ആണ് ഇതും. ഇത് രണ്ടും ആക്ച്വലി സെയിം ഫങ്ഷൻ ആണ്, സെയിം ആണ്. ദിസ് ഇസ് വിത്ത് ദ ഡി മോർഗൻസ് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ NOR ലാച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി നമ്മൾ രണ്ട് NOR ഗേറ്റ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ബേസിക് ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും പറ്റുക. ആർ സിഗ്നൽ ഹൈ ആണെങ്കിൽ the flip flop will be reset. Flip flop എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് Q will be reset. S high ആണെങ്കിൽ the flip flop output will be set to 1. അപ്പോൾ അത് ഓർക്കുക, set to 1 reset to 0 എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഇത് NOR ഗേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഇതേപോലെ അടുത്ത യൂണിവേഴ്സൽ ഗേറ്റ് NAND ഗേറ്റ് വെച്ചിട്ടും നമുക്ക് ഇത് കൺസ്ട്രക്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ഒന്ന് സൂപ്പർഫിഷ്യലായി നോക്കാം. ഇതാണ് NAND ലാച്ച് അല്ലെങ്കിൽ RS ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് NAND ഗേറ്റ്. അപ്പോൾ രണ്ട് NAND ഗേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. NAND എന്ന് പറഞ്ഞാൽ ആൻഡ് ചെയ്തിട്ട് നോട്ട് ചെയ്യുക, അതാണ് NAND. അപ്പോൾ ആറും എസുമാണ് ഇൻപുട്ട്, ക്യൂവും ക്യൂ ബാറുമാണ് ഔട്ട്പുട്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആദ്യം NAND ഗേറ്റിനെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കിതിലേക്ക് കടക്കാം. എയും ബിയും ആണ് ഇൻപുട്ട് എന്നുണ്ടെങ്കിൽ എ ആൻഡ് ബിയുടെ ഔട്ട്പുട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഏതെങ്കിലും ഒന്ന് ഹൈ ആണെങ്കിൽ കാര്യമില്ല, ആൻഡ് ഔട്ട്പുട്ട് വിൽ ബി ലോ. രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. എ ആൻഡ് ബി വിൽ ബി ഹൈ. ഇനി ഇതാണ് എ ആൻഡ് ബി എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? എ ആൻഡ് ബി കോംപ്ലിമെൻറ്റ്. അതാണ് NAND. എ ആൻഡ് ബി കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? 0ൻ്റെ കോംപ്ലിമെൻറ്റ് 1, 0ൻ്റെ 1, 0ൻ്റെ 1, 1ൻ്റെ 0.
അപ്പോൾ ഇതിൽ നിന്ന് NAND ഗേറ്റിൻ്റെ ഒരു ജനറൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഫോർ എ NAND ഗേറ്റ് ഔട്ട്പുട്ട് the output will be 0 only if all the inputs are high. ഒന്നുകൂടെ പറയാം. A NAND gate output will be low only if all the inputs are high. ഇതേപോലെ നമ്മൾ NOR ഗേറ്റിനും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. Only if all the inputs are low, the NOR gate output will be high എന്ന്. അത് വെച്ചിട്ടാണ് നമ്മൾ ഫുൾ ഇൻ്റർപ്രിറ്റേഷൻ അവിടെ ചെയ്തത്. അതേപോലെ ഇവിടെ NAND gate output will be low only if all the inputs are high. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ RS ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിളിലേക്ക് പോവാം. അപ്പോൾ ആ NAND ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളെ ഞാനിപ്പോൾ ഒരു NAND ലാച്ചിൻ്റെ ട്രൂത്ത് ടേബിളാക്കി എഴുതാൻ പോവുകയാണ്, മാറ്റി എഴുതി. സപ്പോസ് ദിസ് ഇസ് എ കേസ് R is 0 and S is 0. R is 0 and S is 0. അപ്പോൾ R0 S0 ആകുമ്പോൾ ഒരു 0 ഉള്ളത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും. ഇതിൻ്റെ ഔട്ട്പുട്ട് 0. ഇറ്റ് ഡിപ്പെൻസ്, ഇതിനെയും കൂടെ നോക്കാം എന്നുള്ളതേ ഉള്ളൂ. സപ്പോസ് ദിസ് ഇസ് 1 ആൻഡ് ദിസ് ഇസ് 0. അപ്പോൾ ഈ 1 ഇങ്ങോട്ട് ഫീഡ്ബാക്കായി, ഈ 0 ഇങ്ങോട്ട് ഫീഡ്ബാക്കായി. 0 0 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് വിൽ ബി ഹൈ ആണ്. 1 0 എന്ന് പറഞ്ഞാലും ഔട്ട്പുട്ട് വിൽ ബി ഹൈ. അപ്പോൾ അത് സംഭവിക്കില്ല, കാരണം ദിസ് ഹാസ് ടു ബി ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദിസ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊന്നും നോക്കണമെന്ന് തന്നെ ഇല്ല. ഈ ഒരു കണ്ടീഷൻ എടുത്താൽ R0 S0 ഇത് 1 0 ആയിരിക്കാം, അല്ലെങ്കിൽ 0 1 ആയിരിക്കാം, അല്ലെങ്കിൽ അത് മാറിക്കൊണ്ടിരിക്കും. വെൻ R is 0 and S is 0. ഇത് തിരിച്ച് 0 1 എന്നെടുത്താലും ഇതേ സിറ്റുവേഷൻ തന്നെയാണ് വരിക. ഈ 0 ഇങ്ങോട്ട് ഫീഡ്ബാക്ക്, ഇത് 1 ഇങ്ങോട്ട് ഫീഡ്ബാക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ കേസിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏതാണ് റീസെറ്റാവോ സെറ്റാവോ പെട്ടെന്ന് ഏതാണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പീഡ് ഓഫ് ദിസ് ആക്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ R0 S0 ആയിട്ടുള്ള ഈ സ്റ്റേറ്റിനെ നമുക്ക് ഫോർബിഡൻ എന്ന് മാത്രം പറയാം. ഫോർബിഡൻ എന്ന് ഉദ്ദേശിക്കുന്നത് R0 S0 ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന ചോദ്യത്തിന് യു കനോട്ട് പ്രെഡിക്റ്റ് യുവർ ഔട്ട്പുട്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് ഫോർബിഡൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ഷഫിൾ ബിറ്റ്വീൻ 0 and 1 and 1 and 0. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ NOR ഗേറ്റ് ലാച്ച് ഉപയോഗിച്ചപ്പോൾ 1 1 വന്നപ്പോഴാണ് ഫോർബിഡൻ കണ്ടീഷൻ വന്നത്. ഇവിടെ NAND ആണെന്നുണ്ടെങ്കിൽ 0 0 ഫോർബിഡൻ കണ്ടീഷൻ വരുന്നത്. അതേപോലെ NOR ലാച്ച് ആയിരുന്നപ്പോൾ 1 1 എന്നുള്ള കണ്ടീഷൻ ആയിരുന്നു നമുക്ക് ഫോർബിഡൻ കണ്ടീഷൻ. ഇപ്പോൾ 1 1 എന്നുള്ള കണ്ടീഷൻ ഇവിടെ എന്തായി മാറും? ഇവിടെ നോ ചേഞ്ച് കണ്ടീഷനായി മാറും. പക്ഷേ SS1 എന്ന് പറയുമ്പോൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി സെറ്റ് ടു 1. RS1 എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട് Q വിൽ ബി റീസെറ്റ് ടു 0. അപ്പോൾ അതിൽ വ്യത്യാസമില്ല. ഇതിനെ നമുക്ക് റീസെറ്റ് കണ്ടീഷൻ എന്ന് വിളിക്കാം, അതേപോലെ ഇതിനെ സെറ്റ് കണ്ടീഷൻ എന്ന് വിളിക്കാം. സോ ഇത് രണ്ടും മാറുന്നില്ല. ഈ രണ്ട് കണ്ടീഷൻസ് NOR ലാച്ചും NAND ലാച്ചിനും എക്സ്ചേഞ്ച്ഡ് ആവും. അപ്പോൾ ഇതേപോലെ NAND ഗേറ്റിൻ്റെ പ്രവർത്തനം വെച്ച് നമുക്ക് സെറ്റ് കണ്ടീഷനും റീസെറ്റ് കണ്ടീഷനും എക്സ്പ്ലെയിൻ ചെയ്യാം. NOR ലാച്ചിന് ചെയ്ത പോലെ ഇനി നമുക്ക് ആ ട്രൂത്ത് ടേബിൾ വെച്ച് ടൈമിംഗ് ഡയഗ്രാം വരച്ച് നോക്കാം. അതേപോലെ ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്ത് നമുക്ക് NAND ഗേറ്റിനെ ബബിൾഡ് ഓറിനോട് ഈക്വലൻ്റ് ആക്കി വരയ്ക്കുകയും ചെയ്യാം. ഇതാണ് NANDനെ ബബിൾഡ് ഓർ ആക്കി റീപ്ലേസ് ചെയ്തു. RS ഇൻപുട്ട് സിഗ്നൽ, Q ബാർ ഔട്ട്പുട്ട് സിഗ്നൽ. അപ്പോൾ ഇതിനും ഒരേ ട്രൂത്ത് ടേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ദേ ആർ ഈക്വലൻ്റ് എന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ RS ലാച്ച് കണ്ടു. അതിനെ RS ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇടയിൽ പറയുകയുണ്ടായി. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് എ RS ലാച്ച്. RS ലാച്ച് NAND ഗേറ്റ് ഉപയോഗിച്ചും ഉണ്ടാക്കി, NOR ഗേറ്റ് ഉപയോഗിച്ചും കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ RS NAND ഗേറ്റ്സ് 2 എണ്ണം. അപ്പോൾ R ഹൈ ആണെങ്കിൽ ദിസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി റീസെറ്റ് ടു 0
എസ് ഹൈ ആണെങ്കിൽ ദിസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി സെറ്റ് ടു 1 എന്നുള്ളത് കണ്ടു. ഇതായിരുന്നു അതിൻ്റെ ട്രൂത്ത് ടേബിൾ. ഇനി നമുക്ക് ഈ RS ലാച്ചിനെ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കി മാറ്റാം. RS ലാച്ചിനെ നമ്മൾ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കി മാറ്റുകയാണ്. അതിനുവേണ്ടി ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഒരു കൺട്രോൾ ഗേറ്റ് കൊടുക്കാൻ പോവുകയാണ്. അതായത് ഇത് ലാച്ച് പാർട്ടാണെങ്കിൽ അതിന് ഒരു കൺട്രോൾ കൊടുക്കാൻ വേണ്ടി കൺട്രോൾ ഗേറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് 2 NAND ഗേറ്റും കൂടെ. അപ്പോൾ ഇവിടെ നമ്മുടെ കൺട്രോൾഡ് ഇൻപുട്ട്സ് എന്നറിയപ്പെടുന്നത് SR സിഗ്നലാണ്. ഇതിനെ ഞാൻ R-S' എന്ന പേര് മാറ്റി വിളിക്കുന്നു. കാരണം ഇവിടെ ഇതാണ് ശരിക്കുള്ള ഇൻപുട്ട് എസ് ആൻഡ് ആർ. പിന്നീട് ഒരു അഡീഷണൽ ഫീച്ചറും കൂടെയുണ്ട്, ക്ലോക്ക്. ക്ലോക്കിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഈ ക്ലോക്ക് ഹൈ ആയിരിക്കുമ്പോൾ മാത്രമേ ഇവിടെയുള്ള ഈ ഇൻപുട്ട് ഇങ്ങോട്ട് കടന്നു പോവുള്ളൂ. അതാണ് ക്ലോക്കിൻ്റെ പ്രസക്തി. സോ ക്ലോക്ക് ലോ ആണെങ്കിൽ ഈ എസും ആറും വാട്ട് എവർ ഇറ്റ് ബി, ഇറ്റ് വിൽ നോട്ട് ബി ട്രാൻസ്മിറ്റഡ് ടു ദ ലാച്ച്. ഓൺലി ഇഫ് വെൻ ദ ക്ലോക്ക് ഇസ് ഹൈ, ദിസ് എസ് ആൻഡ് ആർ സിഗ്നൽസ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ടു ദ ലാച്ച്. അതുകൊണ്ടാണ് ഇതിനെ കൺട്രോൾ ഗേറ്റ് പാർട്ട് എന്ന് വിളിക്കുന്നത്. ഇതാണ് ബേസിക് ലാച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ ഈ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയായിരിക്കും നോക്കാം. ഇവിടെ S0 R0 ആയിരിക്കുമ്പോൾ നോ ചേഞ്ച് കണ്ടീഷൻ ആയിരിക്കും. S0 R1 ആവുമ്പോൾ റീസെറ്റ് ടു 0 ആയിരിക്കും. S1 R0 ആവുമ്പോൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി സെറ്റ് ടു 0. അതായത് ഔട്ട്പുട്ട് Q വിൽ ബി 1. Under this condition, S equals 1 and R equals 0. And of course, 1 condition for R and S, it will be forbidden. അപ്പോൾ ഇതാണ് RS ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഈ ഭാഗം ലാച്ചും ഇത് കൺട്രോൾ ഗേറ്റ് ഇൻപുട്ട് എന്ന് പറയാം. ഏറ്റവും അധികം ഇതിന് യൂസ് വരുന്നത് കൗണ്ടേഴ്സിലൊക്കെയാണ്. കൗണ്ടേഴ്സിലൊക്കെ ഈ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഹാസ് ടു ബി മോഡിഫൈഡ് ഇൻ ടു JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. എങ്ങനെയാണ് ഈ SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കി മാറ്റുന്നത് നോക്കാം. സോ നൗ യുവർ ഇൻപുട്സ് ആർ കോൾഡ് J ആൻഡ് K. J ആൻഡ് K ആർ ദ ഇൻപുട്സ്. J ആൻഡ് K. ഒരു അഡീഷണൽ ഫീച്ചർ ഇവിടെ വരുന്നത്, ഈ Q ബാർ ഔട്ട്പുട്ട് എടുത്ത് ഒരു ഫീഡ്ബാക്ക് നമ്മൾ ഈ ഗേറ്റിലേക്ക് ഒരു ഇൻപുട്ടായി കൊടുക്കണം. Q എന്നുള്ള ഔട്ട്പുട്ട് ഫീഡ്ബാക്കായി എടുത്ത് ഈ ഗേറ്റിൻ്റെ ഇൻപുട്ടാക്കി കൊടുക്കണം. Then this flip-flop is known as JK flip-flop. So once again I'll repeat, RS flip-flop can be converted into a JK flip-flop. JK flip-flop is an ideal memory element. കൗണ്ടേഴ്സിലെല്ലാം യൂസ് ചെയ്യുന്നത് JK കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ അതിലെന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, RS ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെ വരയ്ക്കുക, ക്ലോക്ക്ഡ് RS ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കുക. അതിനുശേഷം Q എന്നുള്ള ഔട്ട്പുട്ട് ഇവിടുന്ന് ഒരു ഫീഡ്ബാക്ക് താഴത്തെ ആൻഡ് ഗേറ്റിലേക്കും നാൻഡ് ഗേറ്റിലേക്കും, Q ബാർ എന്നുള്ള ഔട്ട്പുട്ട് ഒരു ഫീഡ്ബാക്ക് മുകളിലുള്ള നാൻഡ് ഗേറ്റിലേക്കും കൊടുക്കാം. സോ the truth table is going to be the same except for the fact that R and S has been replaced with J and K, and the last condition 1 1 has gone to
ടോഗിൾ കണ്ടീഷൻ. ടോഗിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത് സ്റ്റേറ്റിലാണോ ക്യൂ അത് മറ്റേ സ്റ്റേറ്റിലേക്ക് പോകുമെന്നാണ് അർത്ഥം. സോ വെനെവർ ജെ ആൻഡ് കെ ആർ ഹൈ, ഇത് രണ്ടും ഹൈ ആയിരിക്കുമ്പോൾ ക്യൂ ആദ്യം 1 ആണെന്ന് വിചാരിക്കൂ. സോ വെൻ ജെ ആൻഡ് കെ ഗോസ് ഹൈ, ദിസ് 1 will go to 0. Initially, if we assume that q is 0, then you can see that when j and k is high, it will go from 0 to 1. അപ്പോൾ അതിനെയാണ് ടോഗിൾ എന്ന് പറയുന്നത്. എന്താണോ ക്യൂവിലെ കണ്ടീഷൻ അത് മറ്റേ കണ്ടീഷനിലേക്ക് സ്റ്റേറ്റിലേക്ക് പോകും. എപ്പോൾ? വെൻ ജെ ആൻഡ് കെ ആർ ബോത്ത് ഹൈ. അപ്പോൾ ഇങ്ങനെ ഒരു കോൺഫിഗറേഷനെയാണ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇതാണ്, ഒരു ബേസിക് മെമ്മറി യൂണിറ്റായിട്ട് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുക. മറ്റേതൊരു ലാച്ച് എന്നേ പറഞ്ഞിട്ടുള്ളൂ. 0-0 കണ്ടീഷൻ ഇസ് നോ ചേഞ്ച്, 0-1 ഇസ് റീസെറ്റ്, 1-0 ഇസ് സെറ്റ്. അതിലൊന്നും വ്യത്യാസമില്ല. 1-1 എന്ന് പറയുന്ന കണ്ടീഷൻ ഫോർബിഡൻ എന്നായിരുന്നു SR ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമ്മൾ എഴുതിയിരുന്നത്. അതിപ്പോൾ ടോഗിൾ എന്നുള്ളൊരു കണ്ടീഷനാണ്. അതായത് 0-1 ആകും, 1-0 ആകും. എന്തായിരുന്നോ ഉണ്ടായിരുന്നേ അതല്ലാതെ ആകും. അതാണ് ടോഗിൾ എന്നുള്ള കൺസെപ്റ്റ്. ഈ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രസക്തി മുഴുവനും ഈ കണ്ടീഷൻ വെച്ചിട്ടാണ് കിടക്കുന്നത്. കാരണം ദിസ് ഹെൽപ്സ് ദ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു ആക്ട് ആസ് എ കൗണ്ടർ എലിമെൻറ്റ്. കൗണ്ട് ചെയ്യാം. നമ്മൾ നമ്പർ ഓഫ് ബോട്ടിൽസ് മാനുഫാക്ചേർഡ് കൗണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്പീഡോമീറ്ററിൽ നമുക്ക് എത്ര കിലോമീറ്റേഴ്സ് റൺ ചെയ്തു ഒരു വെഹിക്കിൾ എന്ന് അറിയണമെങ്കിൽ അതിന് കൗണ്ട് ചെയ്യണം. അപ്പോൾ എന്ത് തരം കൗണ്ടേഴ്സ് ആണെങ്കിലും ആ കൗണ്ടറിന് ഉപയോഗിക്കുന്ന ഒരു വളരെ ഉപയോഗപ്രദമായ ഒരു കണ്ടീഷനാണിത്. ജെ ഈക്വൽസ് 1, കെ ഈക്വൽസ് 1, ദെൻ ദ ഔട്ട്പുട്ട് വിൽ ടോഗിൾ എന്നുള്ളത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. അങ്ങനെ ഫങ്ഷണലായിട്ട് പറഞ്ഞാൽ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കി കൺവേർട്ട് ചെയ്യാം. All you have to do is give an additional feedback to the first 2 NAND gates. So then it is called the JK flip flop. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ കണ്ടീഷനായി എടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഒരു കണ്ടീഷൻ നമുക്ക് നോക്കാം. If J is 1 and K is 0 എന്ന് നോക്കാം. J is 1 and K is 0 and the clock is high എന്ന് വിചാരിക്കൂ. J 1 ആണ്, K 0 ആണെന്ന് assume ചെയ്യുന്നു. Q is 0 and Q bar is 1. അപ്പോൾ ഈ 0 Q ഫീഡ്ബാക്ക് ആയിട്ട് ഇവിടേക്ക് വന്നു. ആ 0 Q bar 1 ആണ്, അത് ഫീഡ്ബാക്ക് ആയിട്ട് ഇങ്ങോട്ട് വന്നു. സോ ലെറ്റ് us assume that there is clock. അപ്പോൾ 1 1 1 എല്ലാം ഹൈ ആയിരിക്കുന്ന കണ്ടീഷനിൽ NAND ഗേറ്റ് ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ഇവിടെയാണെങ്കിലോ ക്ലോക്ക് ഹൈ ആണ്, K ഇൻപുട്ട് 0 ആണ്, ഫീഡ്ബാക്ക് 0 ആണ്. അപ്പോൾ 1 0 0 ഒരു NAND ഗേറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എല്ലാ ഇൻപുട്ടും ഹൈ അല്ല, ഏതൊക്കെയോ ലോ ആണ്. അതുകൊണ്ട് ഔട്ട്പുട്ട് വിൽ ബി ഹൈ എന്ന് പറയാം. സോ ഇവിടെ S ഡാഷ് എന്ന് പറഞ്ഞ സ്ഥലം 1 ആയിരിക്കും. സോ ആസ് ഫാർ ആസ് ദിസ് ലാച്ച് ഇസ് കൺസേൺഡ്, എസ് ഹൈ ആയാൽ എന്തായിരിക്കും? ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി സെറ്റ് ടു 1. സോ ദിസ് Q output will go to 1. So finally you can see that when J equals 1 and K equals 0, J equals 1 and K equals 0, the flip-flop will be set to 1. Similarly, if J equals 0 and K equals 1, J equals 0 and K equals 1, then you can see that J equals 0, K equals 1, the flip-flop will be reset to 0. Adana E condition. Similarly, if J equals 0 and K equals 0, then you can see that the output will not change. Output il endayirunno adu thanne aayirikkum ide E, J and K condition na. ഇനി നാലാമത്തെ കണ്ടീഷൻ ഒന്നും കൂടെ പറഞ്ഞു. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്.
when J and K are high, the flip-flop output will toggle. അതായത് ഔട്ട്പുട്ട് 0 ആണെങ്കിൽ അത് 1 ആയി മാറും, 1 ആണെങ്കിൽ 0 ആയി മാറും. അതാണ് ടോഗിൾ. ഈ കണ്ടീഷൻ കൗണ്ടേഴ്സിന് ഏറ്റവും ഉപയോഗമുള്ളതാണ്. അതാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രസക്തി.